തടി കുറയ്ക്കാനും അല്ലെങ്കിൽ വയറ് കുറയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂട്ടാൻ പറ്റുന്ന ഒരു ചങ്ങാതി തന്നെയാണ് ചിയ സീഡ്സ് എന്നുള്ളത്. അപ്പം ഇത് ഉപയോഗിക്കേണ്ട രീതികളുണ്ട്. ശരിയായ രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള സൈഡ് എഫക്റ്റുകളും ഇല്ല എന്ന് പറയാൻ വയ്യ. പ്രോട്ടീൻ, ഫൈബർ കണ്ടൻറ്റൊക്കെ അടങ്ങിയിട്ടുള്ള ബെസ്റ്റ് സൂപ്പർ ഫുഡാണ് ഈ ഒരു ചിയ സീഡ്സ് എന്നുള്ളത്. ഇതിൽ വെയിറ്റ് ലോസിന് സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു ഫുഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. ഇതിൽ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ ബൂസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മെറ്റബോളിക് റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നല്ല അയൺ കണ്ടൻറ്റ്, ഒമേഗ 3 കണ്ടൻറ്റ്, നല്ല ഗുഡ് ഫാറ്റ് അടങ്ങിയിട്ടുള്ളത് കൊണ്ടൊക്കെ തന്നെ നമുക്ക് ബെല്ലി ഫാറ്റിനെ ബേൺ ചെയ്ത് കളയാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പറയപ്പെടേണ്ട അതിൻ്റെ ഒരു ഗുണം. അതുകൊണ്ട് തന്നെ വയറ് ചാടുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, കൂടുതൽ കുടവയറൊക്കെ കുറയ്ക്കാൻ ഏറ്റവും ബെസ്റ്റാണെന്ന് നമുക്ക് ഈ ഒരു ഡ്രിങ്ക് തന്നെ മതിയായിരിക്കും. അതുപോലെ ചില കേസിൽ അധികമായിട്ട് ഡയബറ്റിക് ആയിട്ടുള്ള ആളുകളിൽ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ഇഷ്യൂ സിവിയർ കേസിലുണ്ടെങ്കിൽ, ബ്ലഡ് പ്രഷറൊക്കെ വളരെയധികം കൂടിയിട്ടുള്ളവർ അല്ലെങ്കിൽ സിവിയർ അലർജിക് ഇഷ്യൂസൊക്കെ ഉള്ളവരിലോ ചെറിയ സൈഡ് എഫക്റ്റുകൾ കാണിക്കാറുണ്ട്. അതുകൊണ്ട് അത്തരം എന്തെങ്കിലും ഒരു നോർമലിൽ കവിഞ്ഞിട്ട് അമിതമായിട്ടുള്ള ഇത്തരം പ്രശ്നങ്ങൾ, സിംറ്റംസൊക്കെ ഉള്ളവരാണെങ്കിൽ ഡോക്ടറിൻ്റെ അഡ്വൈസിൽ സ്വീകരിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത്തരം കേസിൽ തന്നെ ചില പഠനങ്ങളിലൊക്കെ ചിലവരിലത് ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതലായിരിക്കുന്ന സമയത്ത് അത് വെയിറ്റ് ഗെയിനും ഒരു കാരണമായി തീരാറുണ്ട്. അത് അത്രത്തോളം തന്നെ പ്രൂവൺ ചെയ്തിട്ടുള്ള കാര്യമല്ല എങ്കിൽ പോലും ഒരു അഡ്വൈസിൽ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇനി നെക്സ്റ്റ് ചേർത്തിട്ടുള്ളത് ഒരു സ്പൂൺ നാരങ്ങ നീര്, ലെമൺ ജ്യൂസാണ്. അപ്പോൾ ഇത് ഹൈ ആസിഡിറ്റിക് പ്രശ്നമൊക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ വെറും വയറിലാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം, അതല്ലെങ്കിൽ പ്രശ്നമില്ല. ഇനി നെക്സ്റ്റ് ഞാനിതിലേക്ക് ഒരു 1/2 സ്പൂൺ തേന് കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് രണ്ടും ഓപ്ഷണലാണ്. അത് ഒന്നുകൂടെ നമ്മുടെ മെറ്റബോളിക് റേറ്റിനെയൊക്കെ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇത് രണ്ടും ആഡ് ചെയ്തിട്ടുള്ളത്. പുരാതന കാലത്തൊക്കെ ഈ ഒരു കുഞ്ഞൻ വിത്തിനെ ഒരു എനർജി ബൂസ്റ്ററായിട്ട് ഉപയോഗിച്ച് വന്നിരുന്നു. അതായത് യുദ്ധ സമയങ്ങളിലൊക്കെ യോദ്ധാക്കൾ യുദ്ധത്തിന് പോകുന്നതിന് മുൻപായിട്ട് ഇത് ആഹാരമായിട്ട് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് നാടോടി കഥകളിലൊക്കെ തന്നെ പ്രചരിക്കുന്നത്. അപ്പം അത്രയേറെ ഗുണകരമായിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള, നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള മിനറൽസും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള വളരെ നല്ലൊരു സൂപ്പർ ഫുഡാണ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. ഇതിൽ ധാരാളമായിട്ട് മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് ട്രിപ്റ്റോഫാനായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അത് എപ്പോഴും തന്നെ നമ്മുടെ ശരീരത്തിലെ സെറോട്ടോണിൻ എന്നുള്ളൊരു കെമിക്കൽ അല്ലെങ്കിൽ നമ്മുടെ സന്തോഷം വരുത്തുന്ന ഒരു ഹോർമോണിനെ സഹായിക്കുന്ന ഒരു കെമിക്കലാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ശരീരത്തിൽ നല്ല രീതിയിൽ ഉയർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ എപ്പോഴും ആ ഒരു മൂഡ് വേരിയേഷൻ അല്ലെങ്കിൽ അൺഹാപ്പി ആയിട്ടിരിക്കുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടെങ്കിൽ അതിനെ മാറ്റിമറിക്കാനൊക്കെ സഹായിക്കുന്നതാണ്.